സുഖമാണോ നീ എല്ലാവർക്കും? നീ വരുമ്പോൾ ഈ റോസാ ചുമപ്പും പിന്നെ ദേ മജന്തയും എന്താണിത്? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഓരോ വൈകുന്നേരങ്ങളും ഓരോ രാവിലെകളും ഉച്ചകളും എല്ലാം വ്യത്യസ്തമായിരിക്കും. എൻ്റെ എന്നല്ല, നമ്മൾ ഓരോ മനുഷ്യരുടേതും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഓരോ ദിവസം നമുക്ക് പല പല കാര്യങ്ങളായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും തുണികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീനകത്ത് ഇടുവാണെങ്കിൽ കൂടി ഇത് കഴുകാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ വച്ചായി ആണെങ്കിൽ നമ്മുടെ ആശ്രാമ മൈതാനത്ത് കൊല്ലത്ത് ഒരു 3-4 റൗണ്ടൊക്കെ നടക്കാനായിട്ട് വൈകുന്നേരം പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 പേരുടെയും ഷോർട്ട്സും ടീഷർട്ടും പിന്നെ സോക്സും അതും ഇതും ഒക്കെ ഒത്തിരി തന്നെ കാണും. നമ്മൾ വൈകുന്നേരം നല്ല രീതിയിൽ അത്രയും റൗണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വെച്ചാൽ നല്ല രീതിയിൽ വിയർക്കാറുണ്ട് കേട്ടോ. അത് പിന്നെയും നമുക്ക് പിറ്റേ ദിവസം ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അത് കഴുകും. അപ്പോൾ ഇപ്പോൾ കഴുകാനുള്ള തുണിയുടെ കൂടെ അതും കൂടെ അവൻ പറയണോ? പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മുണ്ടുകളും നേരിയതുകളും എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി തുണിയുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, ഇതെല്ലാം കൂടെ കഴുകി നമ്മുടെ ഈ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കി എടുത്ത് തിരിച്ചു കൊണ്ട് മടക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ കുഴഞ്ഞൊരു പരുവാകും കേട്ടോ. തുണി അലക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു വല്ലാത്ത പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സസൈസ് ഉള്ള പരിപാടിയാണ്. കുലിക, നൂരുക അല്ലേ, മടക്കുമ്പോഴും എല്ലാം നല്ല എക്സസൈസാണ്. അങ്ങനെ ഒരുപാട് തുണി ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാതെ നമുക്കൊന്നും മടക്കാൻ പറ്റത്തില്ല. മുടിഞ്ഞ വെയിലാണ്. അമ്മ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വെയിലിൻ്റെ ഒരു ഊക്കം കാണാൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അപ്പം ഞാനാണെങ്കിലേ കുറേ തുണികൾ ഇടയ്ക്ക് ഇപ്പം പെട്ടെന്നാണേ മഴ പെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്തോ എന്നറിയാമോ, കുറേ അങ്ങ് സിറ്റ് ഔട്ടിലോട്ട് പറക്കിയിട്ടെ. അപ്പോൾ സിറ്റ് ഔട്ടിലാണ് നമ്മൾ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്നേ. മറ്റു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, പൊടിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം അവിടെ ഇടുമ്പോൾ ഈ വെയിലിങ്ങനെ ഭയങ്കരമായിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പറക്കി എടുക്കാം എല്ലാം കൂടെ കേട്ടോ. ഉണങ്ങിയതാണ് എങ്കിലും ഇത്തിരി നനവൊക്കെ ഉണ്ട്, ഒന്നും കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടി ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ തട്ടിപ്പറക്കി അങ്ങ് മടക്കി കസേര വെച്ചിട്ട് അങ്ങ് റൂമിലോട്ട് കൊണ്ടുവയ്ക്കാറാണ് പരിപാടി കേട്ടോ. അപ്പോൾ തുണി മടക്കിൻ്റെ പരിപാടി തീർന്ന് ഇനി മുറ്റത്തേക്ക് വന്ന് ഒരു സൂത്രം കാണിച്ചു തരട്ടെ. എനിക്ക് എന്താണ് ഇതിൻ്റെ പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവളിതാ വിരിഞ്ഞ് വരുമ്പോൾ നല്ല ചുമപ്പാണ്. ഫോണിൽ എത്രത്തോളം ചുമപ്പാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ചുമപ്പാണ്, പക്ഷേ കുറച്ച് വിരിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മജന്ത കളറാവും കേട്ടോ. എന്താ കാര്യമൊന്നും എനിക്ക് അറിയണം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു തരണേ. അങ്ങനെ അമ്മയുടെ ഡ്യൂട്ടിക്ക് അമ്മ ഇറങ്ങാൻ പോവുകയാണ്. പെര തൂപ്പ് കേട്ടോ. അമ്മ പെര തൂക്കട്ടെ. ആ നേരത്തിന് അമ്മക്കാണെങ്കിൽ പുറത്ത് പോയി തൂക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി നമ്മൾ മടക്കി അവിടെ വെച്ച തുണികളുണ്ടല്ലോ, തുണിയെല്ലാം മടക്കി വെച്ച് ഇനി ആ മടക്കി വെച്ച തുണികളെല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അച്ചായിയുടെ മുണ്ടും പിന്നെ നേരിയതും അമ്പലത്തിലിടുന്ന വസ്ത്രങ്ങളെല്ലാം അലമാരുടെ പ്രത്യേക ഒരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കാറാണ് കേട്ടോ. കാര്യം നമ്മൾ എപ്പോഴും പെര തൂക്കാറ്, ചില ദിവസങ്ങളിൽ ഞാനാണ് പെര തൂക്കാറ് അങ്ങനെ കേട്ടോ. അപ്പം ഇന്നെന്തായാലും അമ്മയാണ് പെര തൂക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഇന്റർലോക്കൊക്കെ തൂക്കാൻ പോകണം. സുഖമാണോ നീ എല്ലാവർക്കും? സുഖമാണോ? ആ ഓക്കെ, ടാറ്റ ചേട്ടേ. വയ്യ വയ്യ കൊല്ലിയാനൊന്നും കുഞ്ഞല്ലയോ? പിന്നെ നാളെ ഹിന്ദിക്ക് പഠിക്കണ്ടായോ? ഇനി ഹിന്ദി കഴിഞ്ഞ നല്ല എക്സാം കഴിയും. ഞാൻ ഇന്റർലോക്കിൻ്റെ അടുത്തോട്ട് വന്നാലേ അപ്പോഴത്തേക്ക് നമ്മുടെ ലച്ചുകുട്ടി വരും കേട്ടോ. മോളുടെ പേര് അരുന്ധതി എന്നാണ്. അപ്പം ലച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം നമ്മളെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് മോൾക്ക് കേട്ടോ. കണ്ട അതുപോലെ സ്നേഹമാണ്. ഒരു പാട്ട് പാട്. കുഞ്ഞുണ്ടോ കൂട്ടിന് നീത്തിന് കുരുകാനായി കൂട്ടിനുണ്ട് കരിഞ്ഞുണ്ട്. ഓക്കെ, കുഞ്ഞെ നീത്ത വരോ. അടിപൊളി. ഇപ്പോഴേ നമ്മുടെ ലച്ചുവിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പം ലച്ചുവിൻ്റെ വീടാണ് ഇത് തൊട്ടപ്പുറത്ത് കാണുന്നത്. അപ്പം ലച്ചുവിൻ്റെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ ഒരു വ്ളോഗൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ലച്ചുവിൻ്റെ വീടിൻ്റെ ഫുള്ളും കാണിച്ചിട്ടുണ്ട്. അപ്പം ഐശ്വര്യ ചേച്ചിയാണ്. ഐശ്വര്യ ചേച്ചി പറയുകയാണ്, എൻ്റെ ദൈവമേ ഇവളെ എടുത്തോണ്ട് പോട്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. എപ്പോൾ നോക്കിയാലും പാവം കണ്ട പിങ്കി ആൻറ്റിയേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും മോള് കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു മോളാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയ പിങ്കി ആൻറ്റിയേ എന്ന് പറഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ ലച്ചുവിനെ അങ്ങോട്ടൊന്ന് വിട്ടതിന് ശേഷം ഞാൻ ഇന്റർലോക്കും എല്ലാം തൂത്ത്
തൂത്ത്. അതിനുശേഷം നമ്മുടെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പോച്ച വിച്ചാൻ വന്നപ്പോഴാണ് അവിടെ ലച്ചു നിന്നിട്ട് പാട്ടുമൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ലച്ചുവിനാണെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് മോള് ഞാൻ പറഞ്ഞു പോയിരുന്നു പടി മോളേന്നും പറഞ്ഞ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളിവിടെ തൂപ്പും പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര നമ്മൾ പോച്ച പിച്ചി എടുത്തെന്ന് പറഞ്ഞാലും പിന്നെയും കിളി. ഞാനാണെങ്കിൽ ഈ മിറ്റം തൂത്ത് പോകുമ്പം കൈകൊണ്ട് ഉള്ള പോച്ചകൾ ഇങ്ങനെ പിച്ചി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ അങ്ങ് പിടിക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ളൊരു ഏരിയയിലെല്ലാം ഇൻ്റർലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഭാഗ്യം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പോച്ച കട്ടിയുള്ള ചില പോച്ചകളുണ്ട്, അത് നമ്മൾ മൺവെട്ടി കൊണ്ട് ചെത്തിയാൽ പോലും ചില പോച്ചകളാണേ അനങ്ങത്തില്ല, വരുത്തില്ല കേട്ടോ. നമ്മുടെ ഗേറ്റിൻ്റെ വാതിലൊക്കെ അങ്ങനെയുള്ള പോച്ചകളാണ്. ഇനിയിപ്പോൾ ഓണം ആകുമ്പോൾ ഗേറ്റിൻ്റെ വാതിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക്. അങ്ങനെ എല്ലാ 4 വശങ്ങളും ഞാൻ തൂത്ത് ഇനി സന്ധ്യയ്ക്ക് തീ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂടുതലും പ്ലാവലയും മാവിൻ്റെ ഇലയും ഒക്കെയാണ് കേട്ടോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും നമ്മൾ ഈ തീക്കകത്തിട്ട് കത്തിക്കാറില്ല കേട്ടോ. ഒരു മുട്ടായിയുടെ കവർ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. കാരണം മാസം 70 രൂപ നമ്മൾ എന്തായാലും പെമ്പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ. അതിനെ പിന്നെ നമ്മളതിനെ വെറുതെ ഇട്ട് കത്തിച്ച് നമ്മളെ പൈസയും 70 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കത്തിച്ച് തീർന്ന് ഇനി ഇതാണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നിട്ടുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഓസിനാണ് ചെറിയൊരു മടക്കുണ്ട് കേട്ടോ. ചിലപ്പോൾ വെള്ളം വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വേണം പോയി എക്സസൈസ് ചെയ്യേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ രാവിലെ എക്സസൈസ് ഉണ്ട്, വൈകിട്ട് എക്സസൈസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചായി ക്ഷേത്രത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ആശ്രാമത്തെ 3 റൗണ്ട് നടക്കാനും പോകാറുണ്ട് കേട്ടോ. ഡയറ്റും ഉണ്ട്. അപ്പം നമ്മൾ PCOD എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആൾക്കാർ പറയുന്ന കണക്കൊന്നും അല്ല കൂട്ടുകാരെ. നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ നമുക്ക് PCOD എന്ന് പറയുന്ന സാധനമൊന്നും പോകത്തില്ല. എനിക്ക് തന്നെ സിവിയർ PCOD ആയിരുന്നേ. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളല്ലാത്ത രൂപത്തിലായി പോവേ. അതാണ് PCOD എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതിൻ്റെ ഡയറ്റോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാവേ. അപ്പോഴത്തേക്ക് അമ്മ താണ്ട വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.